റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം. ഡ്രഗ്സ് മേ ബി അഡ്മിനിസ്ട്രേഡ് ബൈ വേരിയസ് റൂട്ട്സ്. ദ ചോയ്സ് ഓഫ് ദി റൂട്ട് ഇൻ എ ഗിവൻ പേഷ്യന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി ഡ്രഗ് ആൻഡ് ദ പേഷ്യൻസ് റിക്വയർമെന്റ്സ്. മരുന്നുകൾ വിവിധ മാർഗങ്ങളിലൂടെ നൽകാം. ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് രോഗിയുടെ ആവശ്യകതയും മരുന്നിന്റെ ഗുണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഫസ്റ്റ് റൂട്ട് ഈസ് എൻഡറൽ റൂട്ട് ഓർ ഓറൽ ഇഞ്ചക്ഷൻ. ഏറ്റവും സാധാരണവും പഴയതും സുരക്ഷിതവുമായ മാർഗമാണിത്. GI ട്രാക്റ്റിലെ വലിയ സർഫസ് ഏരിയയും അതിലെ കണ്ടൻസിന്റെ മിശ്രിതവും വിവിധ ഭാഗങ്ങളിലെ pH വ്യത്യാസങ്ങളും ഈ നൽകുന്ന മരുന്നുകൾ ഫലപ്രദമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് എൻഡറൽ റൂട്ടിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ദ സേഫസ്റ്റ് റൂട്ട്, ദ മോസ്റ്റ് കൺവീനിയന്റ് റൂട്ട്, മോസ്റ്റ് എക്കണോമിക്കൽ, ഇറ്റ് ക്യാൻ ബി സെൽഫ് അഡ്മിനിസ്ട്രേഡ് ആൻഡ് ഇസ് നോൺ ഇൻവാസീവ്. സുരക്ഷിതവും സൗകര്യപ്രദവും എക്കണോമിക്കലും സ്വീകർത്താവിന് സ്വയം ചെയ്യാൻ കഴിയുന്നതും വേദനാരഹിതവുമായ മാർഗമാണിത്. എൻഡറൽ റൂട്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കിയാൽ ആഗിരണത്തിന് സമയം ആവശ്യമായതിനാൽ പ്രവർത്തനത്തിന്റെ ആരംഭം മന്ദഗതിയിലാണ്. ചില മരുന്നുകൾ GI ട്രാക്റ്റിന് ഇറിറ്റേഷൻ ഉണ്ടാക്കാം. ആഗിരണത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകാം. ചില മരുന്നുകൾ ഗ്യാസ്ട്രിക് ജ്യൂസിലൂടെ നശിപ്പിക്കപ്പെടാം. അബോധാവസ്ഥയിലോ മെഡിക്കൽ ടീമിനോട് സഹകരിക്കാത്തതോ ആയ രോഗികൾക്ക് ഈ മാർഗം പ്രായോഗികമല്ല. The second one is parenteral route. Routes of administration other than the enteral or intestinal route are known as parenteral routes. Here, the drugs are directly delivered into tissue fluids or blood. എൻഡറൽ റൂട്ട് ഒഴികെയുള്ള മറ്റെല്ലാ റൂട്ട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷനും പാരൻട്രൽ റൂട്ടുകൾ എന്നറിയപ്പെടുന്നു. ഇവിടെ മരുന്നുകൾ നേരിട്ട് ടിഷ്യൂ ദ്രാവകങ്ങളിലേക്കോ രക്തത്തിലേക്കോ എത്തിക്കുന്നു. പാരൻട്രൽ റൂട്ടിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എൻഡറൽ റൂട്ടിനേക്കാൾ വേഗമേറിയ മാർഗമാണിത്. അബോധാവസ്ഥയിലോ മെഡിക്കൽ ടീമിനോട് സഹകരിക്കാത്തതോ ആയ രോഗികൾക്ക് ഈ മാർഗം പ്രാവർത്തികമാണ്. പാരൻട്രൽ റൂട്ടിലൂടെ മരുന്ന് നൽകുന്നത് വഴി GI ട്രാക്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇറിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാം. ആമാശയത്തിലെയും കുടലിലെയും ജ്യൂസുകൾ വഴിയുള്ള മരുന്നിന്റെ ദഹനം ഒഴിവാക്കാം. ഛർദിയുള്ളവർക്കും വായിലൂടെ ഭക്ഷണമോ മരുന്നുകളോ എടുക്കാൻ സാധിക്കാത്തവർക്കും ഈ മാർഗം പ്രായോഗികമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ പാരൻട്രൽ റൂട്ട് വളരെ ഉപയോഗപ്രദമാണ്. ഡിസ്അഡ്വാൻറ്റേജസ് നോക്കിയാൽ എല്ലായ്പ്പോഴും അസെപ്റ്റിക് ടെക്നിക് മെയിൻറ്റെയിൻ ചെയ്യണം. കുത്തിവയ്പ്പുകൾ വേദനാജനകമായേക്കാം. കൂടുതൽ ചിലവേറിയതും അപായകരമായതും അസൗകര്യമുള്ളതുമായ മാർഗമാണിത്. നാഡികൾക്കും മറ്റു ടിഷ്യൂകൾക്കും ക്ഷതം സംഭവിച്ചേക്കാം. ഇനി നമുക്ക് പാരൻട്രൽ റൂട്ടിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചക്ഷൻസ്, ഇൻഹലേഷൻ, ട്രാൻസ്ഡെർമൽ റൂട്ട് ആൻഡ് ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട്. ആദ്യത്തേത് ഇഞ്ചക്ഷൻസ്. ഇഞ്ചക്ഷൻസ് 4 രീതിയിലുണ്ട്: ഇൻട്രാഡെർമൽ, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ ആൻഡ് ഇൻട്രാവീനസ്. ആദ്യത്തേത് ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ. ചർമ്മപാളികളായ എപ്പിഡെർമിസിനും ഹൈപ്പോഡെർമിസിനും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഡെർമിസിലേക്ക് സൂചിയുടെ ബെവൽ ഉപയോഗിച്ച് മരുന്നിന്റെ ഒരു തുള്ളി കൊണ്ട് ഒരു ബ്ലബ് അഥവാ സ്മോൾ ബ്ലിസ്റ്റർ രൂപപ്പെടുത്തുകയോ അല്ലെങ്കിൽ എപ്പിഡെർമിസിൽ ഒന്നിലധികം പങ്ക്ചറുകൾ നൽകി മരുന്ന് എത്തിക്കുന്നതോ ആയ രീതിയാണ് ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ. മരുന്ന് ചർമ്മത്തിൽ ശരിയായി എത്തിയിട്ടുണ്ട് എന്നതിനെയാണ് ബ്ലബ് സൂചിപ്പിക്കുന്നത്. ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ സൈറ്റ്സ് ആണിത്. ആൻറ്റീരിയർലി ഫോർആം ആൻഡ് അപ്പർ ചെസ്റ്റ് ആൻഡ് പോസ്റ്റീരിയർലി അപ്പർ ബാക്ക്. അടുത്തത് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ. ഇവിടെ മരുന്ന് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ അഥവാ ഹൈപ്പോഡെർമിസിൽ നിക്ഷേപിക്കുന്നു. ഉദാഹരണം ഇൻസുലിൻ, ഹെപ്പാരിൻ. ഇവിടെ രക്തക്കുഴലുകൾ കുറവായതിനാൽ മരുന്നിന്റെ ആഗിരണം മന്ദഗതിയിലുള്ളതും എല്ലായിടവും സമാനമായി എത്തുകയും ചെയ്യുന്നു. ഇത് മരുന്നിനെ ദീർഘനേരം പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന മറ്റ് 3 രീതികളിൽ ആദ്യത്തേത് ഡെർമോജെറ്റ്. ചിത്രത്തിൽ കാണുന്ന ഈ ഉപകരണം ഒരു തോക്ക് പോലെ പ്രവർത്തിച്ച് മരുന്നിനെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ നിക്ഷേപിക്കുന്നു. സൂചി ആവശ്യമില്ലാത്തതിനാൽ ഈ രീതി വേദനാരഹിതമാണ്. അടുത്ത മെത്തേഡാണ് പെല്ലറ്റ് ഇംപ്ലാന്റേഷൻ. മരുന്നുകൾ ചെറിയ പെല്ലറ്റ്സ് ആയി പാക്ക് ചെയ്ത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ സ്ഥാപിക്കുന്നു. ഈ മരുന്ന് ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് സാവധാനം രക്തത്തിലേക്ക് സ്ഥിരമായി റിലീസാകുന്നു. ഉദാഹരണം ടെസ്റ്റോസ്റ്റിറോൺ. മൂന്നാമത്തെ മെത്തേഡാണ് സിയാലിസ്റ്റിക് ഇംപ്ലാന്റ്. മരുന്ന് സിയാലിസ്റ്റിക് ട്യൂബുകളിൽ പാക്ക് ചെയ്ത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ സ്ഥാപിക്കുന്നു. ഈ മരുന്ന് മാസങ്ങളോളം സമയമെടുത്ത് ആഗിരണം ചെയ്യപ്പെടുന്നു. ഉദാഹരണം ഹോർമോൺസ് ആൻഡ് കോൺട്രാസെപ്റ്റീവ്സ്. Here are the common subcutaneous injection sites: anteriorly, lateral aspect of the lower part of the upper arm, abdomen and thighs, and posteriorly, posterior aspect of the upper arm, back and lower loins. Loins means the area below the ribcage and above the pelvis. Next one is intramuscular injection. ഇവിടെ deltoid, triceps, gluteus or rectus femoris എന്നീ വലിയ skeletal musclesലേക്ക് മരുന്ന് കുത്തിവെക്കുന്നു. ഡിഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് മരുന്ന് പ്ലാസ്മയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്. വലിയ തന്മാത്രകൾ ലിംഫാറ്റിക് ചാനലുകളിലൂടെയും പ്രവേശിക്കുന്നു. പേശികളിൽ രക്തക്കുഴലുകളുടെ സാന്നിധ്യം കൂടുതലായതിനാൽ ആഗിരണം വേഗത്തിലും തികച്ചും ഏകീകൃതവുമാണ്. And here is a simple assignment for you. Name the common 4 intramuscular sites that is shown in the figure. നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ. ഇവിടെ മരുന്ന് സൂപ്പർഫിഷ്യലായി കാണപ്പെടുന്ന സിരകളിലേക്ക് കുത്തിവെക്കുന്നു. അങ്ങനെ മരുന്ന് നേരിട്ട് രക്തചംക്രമണത്തിലേക്ക് എത്തുകയും പ്രവർത്തന ഫലം ഉടനടി ലഭ്യമാവുകയും ചെയ്യുന്നു.
Common IV sites of the arm are shown in the figure. They are basilic vein, cephalic vein, median cubital vein, and radial vein. The next one among the parenteral routes is inhalation route. ബാഷ്പീകരണ പ്രവണതയുള്ള ദ്രാവകങ്ങളും വാതകങ്ങളും ഇൻഹലേഷൻ റൂട്ടിലൂടെയാണ് നൽകുന്നത്. സോളിഡ് പ്രോപ്പർട്ടീസ് ഉള്ള മരുന്നുകൾ സൊല്യൂഷനായും ഫൈൻ ഡ്രോപ്ലെറ്റ്സ് എയറോസോളായും നൽകുന്നു. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഡേർമൽ റൂട്ട്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കണം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മന്ദഗതിയിലുള്ളതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായ ആഗിരണത്തിനായി ചർമ്മത്തിൽ പാച്ചസിന്റെ രൂപത്തിൽ മരുന്ന് നിക്ഷേപിക്കുന്ന രീതിയാണ് ട്രാൻസ്ഡേർമൽ റൂട്ട്. ഉദാഹരണം നൈട്രോഗ്ലിസറിൻ ഓയിൻമെന്റ് ഇൻ ആൻജൈന പെക്ടോറിസ്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് ഓഫ് പാരന്ററൽ റൂട്ട് ഇസ് ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട്. ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട് 3 തരത്തിലാണുള്ളത്: നേസൽ, സബ്ലിംഗ്വൽ, റെക്ടൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മൂക്കിലൂടെ സ്പ്രേ ആയോ ഡ്രോപ്സ് ആയോ മരുന്ന് നൽകുന്നതാണ് നേസൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് വൺ ഇസ് സബ്ലിംഗ്വൽ. ഇവിടെ മരുന്ന് നാവിന് കീഴിലായി സ്ഥാപിക്കുന്നു. ഈ മരുന്ന് സബ്ലിംഗ്വൽ മ്യൂക്കോസയിലുടനീളം അലിഞ്ഞ് ആഗിരണം ചെയ്യപ്പെടുന്നു. The third one is rectal route of administration. ഖരരൂപത്തിലുള്ളതും എന്നാൽ എളുപ്പത്തിൽ അലിയുന്നതുമായ ബുള്ളറ്റ് രൂപ സാദൃശ്യമുള്ള മരുന്നിനെ സപ്പോസിറ്ററി എന്ന് പറയുന്നു. മലബന്ധം, പനി, മൈഗ്രെയിൻ, അലർജി എന്നിവയ്ക്കെല്ലാം റെക്ടൽ സപ്പോസിറ്ററി ഉപയോഗിക്കുന്നു. The last route of administration is topical application. ഓയിൻമെന്റ് ആയോ ക്രീം ആയോ പേസ്റ്റ് ആയോ ചർമ്മത്തിന് മുകളിലായി പുരട്ടുന്നതിനെയാണ് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പ്രാദേശിക ഫലത്തിനായി ചർമ്മത്തിൽ പ്രയോഗിക്കുന്ന മരുന്നുകളിൽ ആന്റിസെപ്റ്റിക്സ്, ആന്റിഫംഗൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ്സ്, സ്കിൻ ഇമോളിയൻസ് എന്നിവ ഉൾപ്പെടുന്നു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.